ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശരാശരി എന്ന ടോപ്പിക്കാണ്. നോർമലി നമുക്ക് ശരാശരി കണ്ടുപിടിക്കാൻ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഞാൻ സ്റ്റെപ്പ് വൈസ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് ശേഷം നമുക്കതെങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാന്നുള്ളതും കൂടെ നോക്കാം. നമുക്കിപ്പോൾ ആദ്യം എന്താണ് ശരാശരി എന്ന് നോക്കാം. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ തുകയെ സംഖ്യയുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലമാണ് ശരാശരി. ശരാശരിയുടെ ഇക്വേഷൻ എന്തെന്ന് എഴുതാം? തുക ഡിവൈഡഡ് ബൈ എണ്ണം. എന്താണ് ശരാശരി? രണ്ടോ അതിലധികമോ സംഖ്യകളുടെ തുകയെ സംഖ്യയുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലമാണ് ശരാശരി. ശരാശരി ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? അതായത് 1, 2, 3, 4, 5. സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം 5 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. 5 എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 1 + 2 + 3 + 4 + 5 ചെയ്യുമ്പം സമ്മ് 15 കിട്ടും. അതുപോലെ തന്നെ എത്ര നമ്പർ ഉണ്ട് നമ്മുടെ സംഖ്യകൾ? 5 നമ്പേഴ്സ് അല്ലേ? അപ്പം 15 ഡിവൈഡഡ് ബൈ 5, തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് ശരാശരി കിട്ടുന്നത്. 3 എന്ന് പറയുന്നത് നമ്മുടെ 5 നമ്പേഴ്സിന്റെ സെന്ററിലുള്ള വാല്യൂ ആണ്. ശരാശരി എന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. അതായത് നമ്മുടെ ശരാശരി എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സ് റെഗുലർ ഇന്റർവെല്ലിലാണെങ്കിൽ അതിന്റെ സെന്റർ വാല്യൂ തന്നെ ആയിരിക്കും അതിന്റെ ശരാശരി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേറെ രീതി ചോദിക്കാം. തുടർച്ചയായ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? സാധാരണ ഇക്വേഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ തുക എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n+1 ഡിവൈഡഡ് ബൈ 2. നമുക്കപ്പം എങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാമെന്ന് നോക്കാം. n+1 ഡിവൈഡഡ് ബൈ 2. എന്നിൻ്റെ വാല്യൂ 100 ആണ്. 100+1 ഡിവൈഡഡ് ബൈ 2 അതായത് 101 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പം 50.5 എന്ന ആൻസർ വരും. 50.5. ഇവിടുത്തെ ആൻസർ 50.5 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 999 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 999 ആണ്. n = 999. ശരാശരി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാണ്? n+1 ഡിവൈഡഡ് ബൈ 2. അതായത് 999 + 1 ഡിവൈഡഡ് ബൈ 2. 1000 ഡിവൈഡഡ് ബൈ 2 = 500. തുടർച്ചയായ 999 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 500 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 80 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? എന്നിൻ്റെ വാല്യൂ 80 ആണ്. n+1 81. 81 ഡിവൈഡഡ് ബൈ 2 40.5. അതായത് തുടർച്ചയായ 80 എണ്ണൽ സംഖ്യകളുടെ ശരാശരി വാല്യൂ 40.5 ആണ്. നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എണ്ണൽ സംഖ്യകളുടെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയിരുന്നു. ഇനി തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n+1. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്നിൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ ശരാശരി ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാവും? 100+1. 100+1 101. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n+1. എന്നിൻ്റെ വാല്യൂ 5 ആണ്. 5+1 6. ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളെന്ന് പറയുമ്പം ഏതൊക്കെ വരും? 2 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളാണ്. അതായത് 2, 4, 6, 8, 10.
ശരാശരി 5 + 1 6. നമുക്ക് കിട്ടിയ ശരാശരി വാല്യൂ 6 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറിൽ, അതായത് നമുക്ക് തന്നേക്കുന്ന ആ സെറ്റ് ഓഫ് നമ്പറിൻ്റെ സെൻറ്റർ വാല്യൂ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ശരാശരി. ഇത് നമ്മൾ സ്ലൈഡ് തുടങ്ങിയപ്പോഴേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ സെൻറ്റർ വാല്യൂ തന്നെ ആയിരിക്കും അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 20 ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്ര? തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n+1. 20 + 1 21 ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത്. തുടർച്ചയായ 20 ഇരട്ടസംഖ്യകളെന്ന് പറയുമ്പോൾ 2, 4 എന്ന് തുടങ്ങി 40 വരെയുള്ള നമ്പേഴ്സാണ് തുടർച്ചയായ 20 ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വലത് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 10ാമത്തെ നമ്പറാണ് 22. ഇടത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 10ാമത്തെ നമ്പറാണ് 20. 20നും 22നും ഇടയിൽ ഒരു നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കിട്ടുന്നത് 21 എന്നല്ലേ. സോ 21 എന്ന് പറയുന്നത് ഈ തന്നേക്കുന്ന സീക്വൻസിലെ സെൻറ്റർ വാല്യൂ തന്നെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ നോക്കി, തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നോക്കി. അടുത്തതായി തുടർച്ചയായി 100 ഒറ്റ സംഖ്യകളുടെ അല്ലെങ്കിൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n. അതായത് തന്നേക്കുന്ന ഏത് നമ്പറാണോ ആ നമ്പർ തന്നെ ആയിരിക്കും ശരാശരി എന്ന് പറയുന്നത്. ഇവിടെ തുടർച്ചയായ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇവിടുത്തെ ആൻസർ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 തന്നെയാണ്. തുടർച്ചയായ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി 100 തന്നെയാണ്. തുടർച്ചയായ 80 ഒറ്റ സംഖ്യകളുടെ ശരാശരി 80 തന്നെയാണ്. എത്ര നമ്പറാണോ തരുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും. തുടർച്ചയായ നമ്പേഴ്സ് ആണെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും അവിടുത്തെ ശരാശരി വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പോർഷൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 മുതൽ 100 വരെ എന്നും 1നും 100നും ഇടയിൽ എന്നും. 1 മുതൽ 100 വരെ എന്നാണ് പറയുന്നതെങ്കിൽ 1ഉം കൺസിഡർ ചെയ്യാം, 100ഉം കൺസിഡർ ചെയ്യാം. അതായത് 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകൾ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ 1 ഉൾപ്പെടെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1, 3 എന്ന് തുടങ്ങി 99 വരെയുള്ള നമ്പേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടും. അതുപോലെ തന്നെ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 1 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 2, 4 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 100 വരെയും, അതായത് 1ഉം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തും, 100ഉം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇനി അടുത്ത പോർഷനാണ് 1നും 100നും ഇടയിൽ. ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ നമുക്ക് 1നെയോ 100നെയോ നമ്മുടെ സംഖ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതായത് 1നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് 3, 5 എന്നിങ്ങനെ തുടങ്ങി 99 വരെ ആയിരിക്കും. അതുപോലെ തന്നെ 1നും 100നും ഇടയിലുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് 2, 4 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 98 വരെയും ആയിരിക്കും. ഇതിനകത്ത് 1ഓ 100ഓ ഉൾപ്പെടുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ൻ്റെ 10 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 5ൻ്റെ ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ 5, 10, 15 എന്ന് തുടങ്ങി 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ ശരാശരിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പൊതുവ്യത്യാസം തുല്യമായുള്ള സംഖ്യകളുടെ ശരാശരി = f1 + fn / 2. F1 എന്ന് പറയുന്നത് ആദ്യത്തെ, അതായത് നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സിലെ ആദ്യത്തെ നമ്പരും Fn എന്ന് പറയുന്നത് തന്നേക്കുന്നതിലെ അവസാനത്തെ നമ്പരുമാണ്. 50 + 5 55 / 2 ആണ്. 55 / 2 എന്ന് പറയുമ്പം 27.5. 27.5 ആണ് ഇതിൻ്റെ ആൻസർ. ഒരു കുട്ടിക്ക് 12 വിഷയങ്ങൾക്ക് കിട്ടിയ ആകെ മാർക്ക് 486 ആയാൽ കുട്ടിയുടെ ശരാശരി മാർക്ക് എത്ര? നമ്മുടെ ബേസിക് ഇക്വേഷനാണ്. അതായത് ശരാശരി = ആകെ തുക അല്ലെങ്കിൽ ആകെ മാർക്ക് / എത്ര വിഷയങ്ങൾക്കാണ് ആ കുട്ടിക്ക് ആ മാർക്ക് ലഭിച്ചത്. അത് വേറെ ഒന്നുമില്ല, 486 / 12 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 40.5 എന്ന ആൻസർ വരും.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 9 ആണ്. ടീച്ചറെ കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി 1 കൂടും. എങ്കിൽ ടീച്ചറുടെ പ്രായം എത്ര? ആദ്യം ഇത് നമുക്ക് എങ്ങനെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമെന്ന് നോക്കാം. നമുക്കറിയാം ശരാശരി വയസ്സ് ഈസ് ഈക്വൽ ടു ആകെ വയസ്സ് ഡിവൈഡഡ് ബൈ എണ്ണം. അതിൽ നിന്ന് ആകെ വയസ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ശരാശരി വയസ്സ് ഇൻറ്റു എണ്ണം. അപ്പം നമ്മുടെ ക്ലാസ്സിൽ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 9 ആണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ആകെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? കുട്ടികളുടെ ശരാശരി വയസ്സ് ഇൻറ്റു കുട്ടികളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ആകെ വയസ്സ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 9 270. ഇനി ടീച്ചറുടെ പ്രായം ഉൾപ്പെടെ ആകെ എത്ര വയസ്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 കൂടും. ശരാശരി വയസ്സ് 1 കൂടും എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ 30 എന്ന് പറയുന്നത് 31 ആവും. 9 കുട്ടികളുണ്ടായിരുന്നു, ടീച്ചർ ഉൾപ്പെടെ 10 പേരുണ്ട്. അപ്പോൾ 31 ഇൻറ്റു 10. 31 എങ്ങനെയാണ് വന്നത്? 30 കുട്ടികളുടെ ശരാശരി 9 ആണ്. അപ്പോൾ ടീച്ചറേയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, ടീച്ചറും കൂടെ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് 30 എന്ന് പറയുന്നത് 31 ആവും. അതുപോലെ തന്നെ ആകെ എണ്ണം എന്ന് പറയുന്നത് ടീച്ചറെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ 9 എന്നുള്ളത് 10 ആവും. അപ്പം 30 ഇൻറ്റു 10 310. 310 എന്ന് പറയുമ്പോൾ ടീച്ചറുടെ പ്രായം ഉൾപ്പെടെയുള്ള ആകെ വയസ്സാണ്. 270 എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മാത്രം വയസ്സാണ്. അതിൽ നിന്ന് ടീച്ചറുടെ പ്രായം എങ്ങനെ കണ്ടുപിടിക്കാം? 310 മൈനസ് 270. ടീച്ചറുടെ വയസ്സ് ഇസ് ഈക്വൽ ടു 310 മൈനസ് 270 ഈക്വൽ ടു 40. നമുക്കിനി ടീച്ചറുടെ പ്രായം എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ടീച്ചറുടെ പ്രായം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആകെ കുട്ടികൾ ഇൻറ്റു ശരാശരിയിലെ വർധന പ്ലസ് ശരാശരിയിലെ വർധന പ്ലസ് കുട്ടികളുടെ ശരാശരി വയസ്സ്. ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം തന്നേക്കുന്നത് 30 ആണ്. അതുപോലെ തന്നെ ശരാശരിയിലുള്ള വർധനവ് തന്നേക്കുന്നത് 1 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? ടീച്ചറുടെ വയസ്സ് കാണാൻ ആകെ കുട്ടികളുടെ എണ്ണം, അതായത് കുട്ടികളുടെ എണ്ണം 30 ആണ്, ശരാശരിയിലെ വർധനവ് 1 ആണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ശരാശരി വയസ്സ് തന്നേക്കുന്നത് 9 ആണ്. നമുക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് ഇത്രയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം. 30 ഇൻറ്റു 1 9 പ്ലസ് 1. 30 ഇൻറ്റു 1 എത്ര വരും? 30 വരും. അതുപോലെ തന്നെ 9 പ്ലസ് 1 10 വരും. ആൻസർ 40 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 പെൺകുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ഒരു ആൺകുട്ടിയുടെ വയസ്സ് കൂട്ടിയാൽ ശരാശരി വയസ്സ് 13 ആകും. ആയാൽ ആൺകുട്ടിയുടെ പ്രായം എത്ര? നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ഇത് എങ്ങനെയാണ് ഇക്വേഷൻസ് വെച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. പെൺകുട്ടികളുടെ ആകെ വയസ്സ് കണ്ടുപിടിക്കുന്നത് ആകെ കുട്ടികളുടെ എണ്ണം ഇൻറ്റു ശരാശരി വയസ്സ്. അതായത് ആകെ കുട്ടികളുടെ എണ്ണം 7 ഇൻറ്റു ശരാശരി വയസ്സ് 12. ആൻസർ ഈക്വൽ ടു 84 എന്ന് വരും. ആൺകുട്ടിയുടെ വയസ്സ് ഉൾപ്പെടെയുള്ള ആകെ വയസ്സ് ഇസ് ഈക്വൽ ടു ആകെ കുട്ടികളുടെ എണ്ണം ഇൻറ്റു ശരാശരി വയസ്സ്. ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പം 7 പെൺകുട്ടി പ്ലസ് ഒരാൺകുട്ടി. അപ്പം 8 കുട്ടികളാവും. 8 ഇൻറ്റു 13 104 ആൺകുട്ടിയുടെ ഉൾപ്പെടെയുള്ള ആകെ വയസ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് ആൺകുട്ടിയുടെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വയസ്സ്, അതായത് ആൺകുട്ടിയുടെ ഉൾപ്പെടെയുള്ള വയസ്സ് മൈനസ് പെൺകുട്ടികളുടെ ആകെ വയസ്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൺകുട്ടിയുടെ മാത്രം വയസ്സ് കിട്ടും. അതായത് 104 മൈനസ് 84 ഈക്വൽ ടു 20. ആൺകുട്ടിയുടെ പ്രായം എത്രയാണ്? 20 ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എളുപ്പം ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 7 പെൺകുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 12 ആണ്. ഒരു ആൺകുട്ടിയുടെ വയസ്സ് കൂടെ കൂട്ടുവാണെങ്കിൽ ആ ശരാശരി പ്രായം എത്രയാവും? 13 ആവും. അതായത് 1 വയസ്സ് കൂടും. അതായത് ശരാശരിയിലെ വർധനവ് 1 ആണ്. ഇനി എങ്ങനെയാണ് ആൺകുട്ടിയുടെ വയസ്സ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം.
ആകെ കുട്ടികൾ ഇൻറ്റു ശരാശരിയിലെ വർധനവ്. ആകെ കുട്ടികൾ ഇവിടെ 7ആണ്, ശരാശരിയിലുണ്ടായ വർധനവ് 1ആണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആയിരുന്നു. അപ്പം ആൺകുട്ടിയുടെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കും? 7 × 1 + 12 + 1 20ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ നോക്കാം. 7 × 1 7 × 1 അതുപോലെ തന്നെ 12 + 1 7 × 1 7 + 12 + 1 13 7 + 13 20ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 88ആണ്. 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി, പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി 2 മാർക്ക് കുറഞ്ഞു. പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്ര? ഓപ്ഷൻസും തന്നിട്ടുണ്ട്. A 90, B 86, C 98, D 92. ഇക്വേഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 88ആണ്. ഒരു കുട്ടി പോവുകയാണ്. 100 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി, പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്കിൽ 2 കുറവ് വന്നു. അങ്ങനെയാണെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 5 കുട്ടികളുടെ ആകെ മാർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കുട്ടികളുടെ എണ്ണം ഇൻറ്റു ശരാശരി മാർക്ക്. 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 88 എന്ന ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. × 88 = 440. പുതുതായി വരുന്ന കുട്ടിയുടെ മാർക്ക് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഇനി ഈ പുതിയ കുട്ടിയെ വെച്ചുകൊണ്ട് പുതിയ കുട്ടിയുടെ മാർക്ക് ഉൾപ്പെടെയുള്ള ശരാശരി മാർക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആകെ മാർക്ക് ഡിവൈഡഡ് ബൈ ആകെ കുട്ടികളുടെ എണ്ണം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് ആഡ് ചെയ്തപ്പോൾ ശരാശരിയിൽ 2 കുറവ് വന്നു എന്ന് പറയുന്നുണ്ട്. ശരാശരി നമുക്ക് തന്നേക്കുന്നത് 88ആണ്. ആ 88ൽ 2 കുറവ് വരുവാണ്. അപ്പം നമ്മുടെ പുതിയ കുട്ടിയുടെ മാർക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 86 ആവും. 88 - 2 86 ആവും. അതുപോലെ തന്നെ 440 ആയിരുന്നു 5 കുട്ടികളുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 100 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി പോയി, പുതുതായാണ് എക്സ് മാർക്ക് വാങ്ങിയ ഒരു കുട്ടി വരുന്നത്. അതായത് നമ്മുടെ ആകെ മാർക്ക് എത്രയാവും? 340 + എക്സ് ഡിവൈഡഡ് ബൈ ആകെ കുട്ടികളുടെ എണ്ണം 5 തന്നെയാണ്, = ശരാശരി 2 കുറഞ്ഞ് 86 ആയി. എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാം? 340 + എക്സ് = 86 × 5. 340 + എക്സ് = 86 × 5 എത്ര വരും? 430 വരും. ആ 430 നിന്ന് 340 മൈനസ് ചെയ്യുമ്പം എക്സ് പുതിയതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്രയാണ്? 90 ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. പുതിയ ആളുടെ മാർക്ക് = ആകെ ആൾക്കാരുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം പ്ലസ് പോയ ആൾക്കാരുടെ മാർക്ക്. പുതിയ ആളുടെ മാർക്ക് = ആകെ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 5 പേരുണ്ടായിരുന്നു. ശരാശരിയിലെ വ്യത്യാസം 2 കുറയുകയാണ് ചെയ്തത്. കുറഞ്ഞുകൊണ്ടാണ് നമ്മൾ -2 ഇൻറ്റു ചെയ്തത്. പ്ലസ് പോയ ആളുടെ മാർക്ക് 100 ആണ്. 5 × -2 -10 + 100 -10 + 100 100 - 10 90 ആണ് പുതിയതായി വന്ന ആളുടെ മാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 7 ആയാൽ ആദ്യ സംഖ്യ എത്ര? ഓപ്ഷൻസ് നോക്കാം. A7, B3, C9, D5. നമ്മൾ മുമ്പിലത്തെ സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻറ്റർ വാല്യൂ ആയിരിക്കും നമുക്ക് എപ്പോഴും ശരാശരിയായിട്ട് വരുന്നത്. ഇവിടെ ശരാശരി വാല്യൂ 7 ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 7 എന്ന് പറയുന്നത് ഒരു സെൻറ്റർ വാല്യൂ ആയിരിക്കും. ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്?
5 ഒറ്റസംഖ്യകളുടെ ശരാശരിയാണ് 7. 7 എന്ന് പറയുന്നത് നടുക്കലത്തെ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പം മുന്നിലോട്ട് 2 നമ്പർ കാണും. അതുപോലെ തന്നെ 7 കഴിഞ്ഞതിന് ശേഷവും 2 നമ്പേഴ്സ് കാണും. ഇനി ഒറ്റസംഖ്യകളുടെ ശരാശരിയാണ്. അപ്പം 7ന് തൊട്ട് മുൻപുള്ള ഒറ്റസംഖ്യ ഏതാണ്? 7 - 2, അതായത് 5 ആണ് ഒറ്റസംഖ്യ എന്ന് പറയുന്നത്. വീണ്ടും 5ൻ്റെ കൂടെ 2 മൈനസ് ചെയ്യുമ്പോൾ അടുത്ത ഒറ്റസംഖ്യ കിട്ടും 3. അതുപോലെ 7 കഴിഞ്ഞിട്ടുള്ള നമ്പർ എത്രയാണ്? 9. 9 കഴിഞ്ഞിട്ടുള്ള നമ്പർ 11. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു? തുടർച്ചയായ 5 ഒറ്റസംഖ്യകളുടെ ശരാശരി 7 ആയാൽ ആദ്യത്തെ സംഖ്യ എത്ര? ആദ്യത്തെ സംഖ്യ എത്രയാണ്? 3 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരാശരിയിലെ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 10 km/h വേഗതയിലും തിരിച്ച് എയിലേക്ക് 12 km/h വേഗതയിലും വീണ്ടും ബിയിലേക്ക് 15 km/h വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര? ഓപ്ഷൻ എ 10 km/h, ഓപ്ഷൻ ബി 12 km/h, ഓപ്ഷൻ സി 15 km/h, ഓപ്ഷൻ ഡി 20 km/h. ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. ഇവിടെ x എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച വേഗതയും y എന്ന് പറയുന്നത് ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് സഞ്ചരിച്ച വേഗതയും z എന്ന് പറയുന്നത് എയിൽ നിന്ന് വീണ്ടും തിരിച്ച് ബിയിലേക്ക് സഞ്ചരിച്ച വേഗതയുമാണ്. x = 10 km/h, y = 12 km/h, z = 15 km/h. ശരാശരി വേഗത = 3 × x × y × z ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. 3 × x × y × z = 5400. x × y = 120. y × z = 180. x × z = 150. xy പ്ലസ് yz പ്ലസ് xz = 450. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത = 5400 ഡിവൈഡഡ് ബൈ 450, 12 km/h. 12 km/h. ബി ആയിരുന്നു ആൻസർ. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ് വൈ എന്നീ 2 വേഗതകളെ ഉള്ളെങ്കിൽ അതിൻ്റെ ശരാശരി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 2 × x × y ഡിവൈഡഡ് ബൈ x പ്ലസ് y. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 10 km/h 12 km/h, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്കിൽ നമുക്ക് എക്സും വൈയും മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ് വാല്യൂ 10 km/h വൈ വാല്യൂ 12 km/h ഉള്ളായിരുന്നെങ്കിൽ ശരാശരി വേഗത = 2 × x × y. 2 × 10 × 12, അതായത് 240 ഡിവൈഡഡ് ബൈ 22 = 10.9. ശരാശരി വേഗത 10.9 km/h എന്ന് വന്നേനെ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുവാണ്. Thank you.